ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, നിങ്ങളും ടീച്ചേഴ്സ് എല്ലാവരും തന്നെ CBSEയുടെ ഡേറ്റ് ഷീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് അപ്ഡേറ്റ്സ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട്ടാണ് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു വീഡിയോ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിലെ മെയിൻ കണ്ടൻറ്റ് CBSEയുടെ ടൈം ടേബിൾ ആയിരുന്നു, അല്ലെങ്കിൽ ഡേറ്റ് ഷീറ്റ് ആയിരുന്നു. അപ്പോൾ ഈ വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയാസിലൊക്കെ ഡേറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PDF ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് എത്തിക്കാൻ ഉദ്ദേശിച്ച് കൂടിയിട്ട് ഞാൻ അത് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ CBSE സൈറ്റ് പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ സൈറ്റിൽ അതിനെ പറ്റി യാതൊരു ഇൻഫർമേഷനും ഇല്ല. ഇപ്പോൾ അവരുടെ സൈറ്റിൽ ഇത് മാത്രമേ കാണുന്നുള്ളൂ: ഡേറ്റ് ഷീറ്റ് ഓഫ് ബോത്ത് ക്ലാസ് 10 and 12 വിൽ ബി ഇഷ്യൂഡ് സൂൺ. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഒരു 12 മണിക്കാണ്, 12:10 ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും CBSE സൈറ്റിൽ ഒഫീഷ്യലായിട്ടൊരു ഡേറ്റ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ സോറി ഫോർ ദാറ്റ് വീഡിയോ. നമ്മുടെ സൈറ്റിൽ മനഃപൂർവ്വം നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻഫർമേഷൻ ഒരിക്കലും വരില്ല. അതിന് ഉദ്ദേശം ഗുഡ് പർപ്പസ് ആയിരുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അപ്ഡേറ്റ്സ് എത്തിക്കുക. ബട്ട് സ്റ്റിൽ ഞാൻ അത് വെരിഫൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുണ്ട് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആ കമൻറ്റ്സിനെ പ്രോപ്പർലി റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഷീറ്റ് മിക്കവാറും വിത്തിൻ 2 days ഒക്കെ വരുന്നുണ്ടായിരിക്കും. ഇപ്പോഴും ആ വന്ന ഡേറ്റ് ഷീറ്റ് ആണോ അതും ഇപ്പോഴും കൺഫേം അല്ല. ബട്ട് CBSEയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു കൺഫർമേഷനൊന്നും ഇല്ല. മിക്കവാറും അത് ഫേക്ക് ആവാനായിരിക്കാം ചാൻസ് ഉള്ളത്. സോ പറഞ്ഞു വന്നത്, ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് അവർ ചാനൽ. അത് ആ സ്പീക്കിൽ എടുത്താൽ മതി. എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയോടെ നിങ്ങൾക്ക് ഞാൻ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു 6th പാർട്ടോടെ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഇതായിരുന്നു: പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക്. അപ്പോൾ നമുക്കറിയാം, ചലഞ്ചസ് ഉണ്ടെങ്കിൽ, ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിങ്ങനെ ആയിരുന്നു, ചലഞ്ചസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കുറച്ച് വേയ്സും കാണും ടു ഓവർകം ദോസ് ചലഞ്ചസ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് CBSE ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്: ഹൗ ക്യാൻ പാർട്ടീസ് ബി റിഫോംഡ് ഓർ റിഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇത് 2 രീതിയിലാണ്, 2 ടൈറ്റിലാണ് ഇത് വരുന്നത്. ഒന്ന്, ബൈ ലോ, നമുക്ക് ചില നിയമങ്ങളിലൂടെ ഈ പാർട്ടീസ് റിഫോം ചെയ്യാം. ഇനി മറ്റൊരു കാറ്റഗറി വരുന്നുണ്ട്, അത് സജഷൻ മാത്രമാണ്. അതിന് ലോ സപ്പോർട്ടില്ല, ചില സജഷൻസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് ആ ലോ വെച്ച് നമ്മൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് റിഫോം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ വരുന്നത് ഒരു 5ഓളം പോയിന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ്: ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പാസ്ഡ് ആൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മണി ആൻഡ് ക്രിമിനൽസ്. നമ്മൾ കണ്ടിരുന്നു, ഇവിടെ ചാലഞ്ചസിൽ മെയിനായിട്ട് വന്നൊരു പ്രശ്നമായിരുന്നു മണി ആൻഡ് മസിൽ പവർ എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പാസ് ചെയ്തിട്ടുണ്ട്. അതാണ് ബൈ ലോയിൽ വരുന്ന ആദ്യത്തെ പോയിന്റ്. അത് നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. മണി ആൻഡ് മസിൽ പവറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ നമുക്ക് ചില ലോയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് മണി ആൻഡ് ക്രിമിനൽ. ഈ ക്രിമിനൽസ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു മസിൽ പവറിൻ്റെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി സെക്കൻഡ് പോയിന്റ്: now it is mandatory for every candidate to file an affidavit. ഇപ്പോൾ ഈ അഫിഡവിറ്റിൻ്റെ കാര്യം നിങ്ങൾ കഴിഞ്ഞ വർഷം ക്ലാസ് 9 ഇലക്ടറൽ പൊളിറ്റിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അഫിഡവിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഇലക്ഷനിൽ അവർ നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈച്ച് കാൻഡിഡേറ്റ്സ് ഹാസ് ടു സബ്മിറ്റ് ആൻ അഫിഡവിറ്റ്. ഇതിലെന്തൊക്കെ ഉണ്ടായിരിക്കും? അവിടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, അവിടെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കും, അതുപോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, ഇനി അവർക്ക് എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഡീറ്റെയിൽസ് അവർ ഈ അഫിഡവിറ്റിൽ കൊടുക്കണം. അപ്പോൾ അതും നല്ലൊരു മെത്തേഡാണ് ടു റിഫോം പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം ബൈ ലോ ആണ്, ലോ സപ്പോർട്ട് കൂടി ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ അഫിഡവിറ്റ്. ഇനി തേർഡ് വൺ, ശരിക്കും 4 പോയിൻ്റേ വരുന്നുള്ളൂ, ടൈപ്പിംഗ് എറർ വന്നതാണ്. ഈ 2 പോയിൻ്റ് ഒരുമിച്ച് വായിക്കാം. Election Commission of India also passed an order making it necessary to hold their organization election regularly and file income tax return. ഇതിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷൻ ഇലക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഡെമോക്രസി കൂടെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളിൽ ആവശ്യമാണ്. അതായത് ഡെമോക്രസി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഉള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പല പൊളിറ്റിക്കൽ പാർട്ടീസിന് ഉള്ളിൽ ഇന്ത്യൻ ഡെമോക്രസി ഇല്ല. അത് വരുത്താനുള്ളൊരു പ്രധാനപ്പെട്ടൊരു മെത്തേഡാണ് ടു ഹോൾഡ് ഓർഗനൈസേഷനിൽ. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന് അവർക്കുള്ളിലെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർക്ക് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാം.
അതിന് പറയുന്ന പേരാണ് ഓർഗനൈസേഷൻ ഇലക്ഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഈ പല പാർട്ടീസിലും ഫാമിലി ഡോമിനേഷൻ വരുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക പാർട്ടിയിലെ മെമ്പേഴ്സിന് മാത്രമേ ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ റെഗുലർലി ആയിട്ട് കണ്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വണ്ണാണ് ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. ഇത് മെയിനായിട്ടും ചെയ്യുന്നത് നമ്മുടെ ആ മണി പവറിൻ്റെ കാര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില പൊളിറ്റിക്കൽ പാർട്ടീസ് വളരെ വെൽത്തി ആയിരിക്കും, റിച്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇലക്ഷൻ ജയിക്കാനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ അത് പറ്റില്ല. കാരണം അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ സോഴ്സ് അവർ കാണിക്കണം. മാത്രമല്ല അവർ ചില റെഗുലർ ഇൻ്റർവെൽസിലെ ഇൻകം ടാക്സ് റിട്ടേൺ അവർ ഫയൽ ചെയ്യണം. അപ്പോൾ അതാണ് തേർഡ് പോയിൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും തേർഡ് പോയിൻ്റാണ്. ഇനി ഫോർത്ത് ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അമെൻഡഡ് ടു പ്രിവെൻറ്റ് ഇലക്റ്റഡ് ലീഡേഴ്സ് ഫ്രം ചേഞ്ചിങ് പാർട്ടീസ്. അതായത് ഒരു പാർട്ടിയുടെ ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു പാർട്ടി നോൺ ആസ് എക്സ്, ആ പാർട്ടിയിൽ നിന്നൊരു മെമ്പർ MP ആയിട്ട് മാറി, അല്ലെങ്കിൽ MLA ആയിട്ട് മാറി, ഈവൻ ജസ്റ്റ് ഇമാജിൻ അയാളൊരു മിനിസ്റ്ററായി മാറുകയാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു പവറിൽ എത്തിയതിനു ശേഷം അദ്ദേഹം തോന്നുകയാണ് എന്തെങ്കിലും വേറെ ഇൻഫ്ലുവൻസ് കാരണം ഇദ്ദേഹം പാർട്ടി പെട്ടെന്ന് മാറുകയാണ്. അതിന് പറയുന്ന പേരാണ് ഡിഫെക്ഷൻ. ചേഞ്ചിങ് പാർട്ടീസ് ആഫ്റ്റർ ഗെറ്റിംഗ് ഇലക്റ്റഡ്, ദാറ്റ് പ്രോസസ് നോൺ ആസ് ഡിഫെക്ഷൻ. അപ്പോൾ അതും നമുക്കൊരു ചലഞ്ചാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് ഒരു ലോ പാസ്സാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ലോ വന്നിട്ടുണ്ടായിരുന്നു. അതിനറിയപ്പെടുന്ന പേരാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ, അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷൻ ആക്ട്. അപ്പോൾ അതും ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് റിഫോം ചെയ്യാനുള്ളൊരു വേ ആണ്. അപ്പോൾ ഇതാണ് ലോ ഉപയോഗിച്ച് നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിന് റിഫോം ചെയ്യാനുള്ള 4 മെത്തേഡ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.